അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 ചെറിയുള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ തക്കാളി നന്നായിട്ട് വെന്തുടങ്ങി വരുന്നവരെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് വറ്റി എണ്ണ ഒന്ന് തെളിഞ്ഞു വരട്ടെ. അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 4 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുളി നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 പീസ് കുടംപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നമുക്കിതിലേക്ക് അരമുറി തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പോളം 2ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് പതുക്കെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉള്ളി വഴറ്റാൻ നേരത്ത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിരുന്നൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒരു 10-15 മിനിറ്റോളം വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കറി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ഇതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തലപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തലപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചിടാം. അപ്പോൾ താളിച്ചിടാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 3 ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതായത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇത് കറിക്ക് കുറച്ചുകൂടെ നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ താളിച്ചത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത് ആ ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ ചെമ്മീൻ കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.